ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. SSC CGL 2026 കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റിലേറ്റ് ചെയ്ത് കുറേ അധികം സംശയങ്ങൾ കുട്ടികളിലുണ്ട്. അപ്പം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നമ്മുടെ OBC സർട്ടിഫിക്കറ്റ്, EW സർട്ടിഫിക്കറ്റ്, SC/ST സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇനി ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ SSC അവിടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, നമ്മൾ ഏജ് റിലാക്സേഷൻ ആണെങ്കിലും പിന്നെ ഈ മാർക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക ഒരു കൺസിഡറേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ OBC ആണെങ്കിൽ ആ OBC സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അതുപോലെ EWS ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമാണ്, സെൻട്രൽ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ്, രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്? അതായത് നമ്മൾ SSC എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോബിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അവിടുത്തെ, അതായത് സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എന്തായിരിക്കണം, നമ്മുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമുക്ക് കയ്യിൽ വെക്കേണ്ടത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് PSC പോലത്തെ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്നത് അക്ഷയ വഴിയാണ്. നമ്മൾ അക്ഷയയിൽ പോയി അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഉള്ള സംശയമാണ്, നമ്മുടെ SSC CGL നോട്ടിഫിക്കേഷന്റെ അവസാനം അവിടെ അനക്സിനകത്ത് ആ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫോർമാറ്റിലാണോ വേണ്ടത്, അതോ അക്ഷയയിൽ എടുക്കുന്നത് വാലിഡ് ആണോ എന്നൊക്കെ കുറെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. മക്കളെ നോക്കിക്കോ, സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. സ്റ്റേറ്റിൽ നമ്മുടെ PSCക്കാണ് നമ്മൾ എടുക്കുന്നത്, സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അക്ഷയ അപ്ലൈ ചെയ്യുമ്പോൾ പറയണം CGLന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം നമുക്ക് SSC CGL അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ സെൻട്രൽ ലിസ്റ്റ് മാൻഡേറ്ററി ആണ്. ഇനി എന്താണ് സെൻട്രൽ ലിസ്റ്റിൽ? നമ്മുടെ തഹസിൽദാർ ആയിരിക്കും, നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ മെയിൻ എന്നുള്ള രീതിയിൽ തഹസിൽദാർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്ത് തരുന്നത്. സോ തഹസിൽദാറിന്റെ സൈനോട് കൂടി ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് അക്ഷയയിൽ നിന്ന് കിട്ടുന്നത്. ആ സർട്ടിഫിക്കറ്റ് വേണം നമ്മൾ SSC CGL അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ചില കാസ്റ്റുകൾ, ഇപ്പൊ നമ്മൾ OBC, ഇപ്പോൾ OBC തന്നെ ഈഴവ, അങ്ങനെ ചെട്ടീസ്, അങ്ങനെ കുറേ കാസ്റ്റുകാരുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ചില കാസ്റ്റുകാർ OBC ആണെങ്കിൽ കൂടിയും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു ചാർട്ട് ഉണ്ട്, ആ ചാർട്ടിനകത്ത് നിങ്ങൾ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കണം. അങ്ങനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ കാസ്റ്റ് ആ ഒരു എന്താ പറയാ സെൻട്രൽ ഗവൺമെന്റിന്റെ ലിസ്റ്റിനകത്ത് OBC ലിസ്റ്റിലാണോ കിടക്കുന്നതെന്ന് നോക്കണം. അത് ബാക്ക്വേർഡ് ക്ലാസ്സിനകത്താണോ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ട് CGL അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഷുവർ ആണ്, സ്റ്റേറ്റിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, മെയിൻലി നമ്മുടെ പേര്. ഓക്കെ, cross check the name provided in your application against the official gazette resolution to avoid rejection. അതായത് മെയിൻ ആണ് പേര്, അഡ്രസ്സ്. നമ്മുടെ പേരും അഡ്രസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പേര് മാറിയോ എന്തെങ്കിലും നമ്മുടെ ഈ ഇൻഷ്യലൊക്കെ വരുമ്പം സ്പേസ്, അതുപോലെ ചിലതിന് ഫുൾ മീൻസ് കോമ വരാറില്ല, കുത്ത് വരാറുണ്ടല്ലോ. അപ്പൊ അതൊന്നും പാടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്തും വരേണ്ടത്. അപ്പൊ നെയിമും കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങൾ തന്നെ പോയിരുന്ന് കൂടി ഇരുന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ EW സർട്ടിഫിക്കറ്റ്, അപ്പോൾ OBCയുടെ കാര്യം പറയാനാണെങ്കിൽ അതാണ് ഇതിന്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. EWSന്റെ കേസിൽ ഇപ്പോൾ OBC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ OBCക്കാരാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. EWS എന്ന് പറഞ്ഞാൽ എന്താ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് അല്ലേ. അപ്പൊ അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആനുവൽ ഇൻകം ഒന്ന് നോക്കുക. ബിലോ 8 ലക്ഷം അല്ലെ, 8 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ വരുമാനം എന്ന് ഉറപ്പാക്കണം. ഒരു കാര്യം കൂടി പറയാനാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ, അതായത് നമുക്കിപ്പോൾ 2026 എക്സാം ആണ് വിളിച്ചിരിക്കുന്നത്. സോ 2025-26 ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ, മീൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കാൻ. PWC ശ്രദ്ധിക്കണം, അവരുടെ ഇൻകോ നോക്കണം, ഫിനാൻഷ്യൽ ഇയർ നോക്കണം. 2025-26 ഫിനാൻഷ്യൽ ഇയർ ഇട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, EW സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ SSCയുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, കാൻഡിഡേറ്റ് ഹു വിഷ് ടു കൺസിഡർ അഗെയിൻസ്റ്റ് റിസർവ്ഡ് വേക്കൻസി ഉണ്ടല്ലോ, ഏജ് റിലാക്സേഷൻ ഉണ്ട്, ഇത് രണ്ടിനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ
must submit requisite certificate from the competent authority. എന്ത് ചെയ്യണം? അതോറിറ്റി അവിടെ നിന്ന് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് എടുക്കണം ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് when such certificates are sought by concerned intending department at the time of DV. ഓക്കെ, അതായത് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ കാണാൻ പറ്റും ഏറ്റവും അവസാനം അവരൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. എടാ കേട്ടോ, നമ്മൾ അക്ഷയയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതും ഈ സെയിം ഫോർമാറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് രണ്ടും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം. ഇവിടെ അവർ ബ്ലാങ്ക് ഒക്കെ ഇട്ട് തരും, ബട്ട് നമ്മൾ ആ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് അക്ഷയയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഡിജിറ്റലി എടുക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്, അത് മതി. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ റെയിൽവേക്കൊക്കെ എടുക്കുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. റെയിൽവേയുടെ ഫോർമാറ്റിൽ നമ്മൾ എഴുതി ചില ആൾക്കാർ തഹസിൽദാറിൽ നേരിട്ട് വാങ്ങിക്കും. അതാണെങ്കിലും ഓക്കെയാണ്. ഇത് രണ്ടും ആണെങ്കിലും നിങ്ങൾക്ക് ഓക്കെയാണ്. പിന്നൊരു കാര്യം, റെയിൽവേയുടെ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചത് റെയിൽവേയുടെ അവരുടെ നോട്ടിഫിക്കേഷൻ്റെ ലോഗോ സംഭവങ്ങൾ എന്തോ ഉണ്ട്, അതെടുത്ത് സീജിയലിന് കൊടുക്കരുത്. അതായത് ഒന്നെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ലാസ്റ്റ് അനക്ഷറിൽ പറയുന്ന ഡൗൺലോഡ് ചെയ്തിട്ട് തഹസിൽദാറിനെ കൊണ്ട് അക്ഷയ വഴി അപ്ലൈ ചെയ്തതിന് ശേഷം വില്ലേജ് ഓഫീസിൽ പോകാം. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ തഹസിൽദാറിൽ നിന്ന് എഴുതി വാങ്ങിക്കുവാണെങ്കിൽ ഓക്കെ, അതെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും മെനക്കെടണ്ട, ഡയറക്റ്റ് അക്ഷയ പോയി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് ആ സംഭവം വാങ്ങിക്കാം. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, otherwise their claim for SC, ST, OBC will not be entertained and their candidate will be cancelled. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ക്യാൻസൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് വാങ്ങിച്ചു വെക്കാം. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എന്ന് പറയുന്നത്, candidate that they must ensure that they belong to category as filled in the application form and are able to prove the same by furnishing the competent. അതായത് ഈ ഒരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ SSC ഇപ്പം നിങ്ങളിപ്പോൾ ഓടിപ്പടച്ച് ആ ഒരു സംഭവം എടുക്കുമ്പോൾ ഒരിക്കലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾക്ക് പരീക്ഷ 2 ക്ലിയർ ആയി DVയുടെ സമയത്താണ് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നത്. അപ്പം നമ്മൾ OBC ആണെന്ന് പറഞ്ഞതിന് ശേഷം DVയുടെ സമയത്ത് നമ്മുടെ കയ്യിൽ ചെല്ലുമ്പോൾ നമ്മുടെ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയത്ത് എടുത്തു വെക്കണം. അതിനാണ് ഇപ്പോഴേ എടുത്തു വെക്കണമെന്ന് പറയുന്നത്. അല്ലാതെ എക്സാം ടൈം ഓഫ് വ്യൂവിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനോ നമ്മുടെ നമ്പർ ഒന്നും ഇപ്പോൾ അവർ ചോദിക്കില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിത് എടുത്തു വെക്കുന്നത് എന്തിനാ? DVയുടെ ടൈമിൽ നമ്മൾ ക്ലെയിം ചെയ്ത സർട്ടിഫിക്കറ്റ് OBC ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടൈമിൽ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ആ ഫോർമാറ്റിൽ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഡേറ്റിൻ്റെ കാര്യം ഡേറ്റിന്റെ കാര്യം അവർ പറയുന്നത്, ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിം ഓഫ് SC, ST were not specified otherwise will be closing date of recipient of online application. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തീരുന്നത് എനിക്ക് തോന്നുന്നു ജൂൺ 22 ആണെന്ന് തോന്നുന്നു. സോ ആ ജൂൺ 22 അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ജൂൺ 22 ഡേറ്റ് വേണമെന്നല്ല. ഈ ഡേറ്റിനുള്ളിൽ, അതായത് ഈ ഡേറ്റിന് ആ കാലാവധിയിൽ നിങ്ങൾ എന്തായിരിക്കണം, OBC അല്ലെങ്കിൽ EWS ആകണം എന്നേ അവർ പറയുന്നുള്ളൂ. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് ആ ഡേറ്റ് വേണം എന്നൊന്നും അല്ല പറയുന്നത്. എന്താണ് ആ ഡേറ്റിനുള്ളിൽ? ദ ക്രൂഷ്യൽ ഡേറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ഡേറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് ഓൺ ദ ക്രൂഷ്യൽ ഡേറ്റ് ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഫോൾ അണ്ടർ ദ കാറ്റഗറി. അതായത് ആ ക്രൂഷ്യൽ ഡേറ്റിൽ ആ കാൻഡിഡേറ്റ് ആ ഒരു കാറ്റഗറിയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 22 ജൂൺ, ഇപ്പം നിങ്ങളിപ്പോൾ ജൂൺ 3 അല്ലെങ്കിൽ ജൂൺ 4 ആ ഡേറ്റിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജൂൺ 22 മുന്നേ ഉള്ള ഡേറ്റ് ഇട്ട് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വാലിഡ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ റെയിൽവേക്കൊക്കെ നിങ്ങളെടുത്ത സർട്ടിഫിക്കറ്റ്, നമുക്കിപ്പോൾ റെയിൽവേയുടെ പരീക്ഷ കഴിഞ്ഞ ഒക്ടോബർ സെപ്റ്റംബർ ആ ടൈമിൽ എടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അത് മതി. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ക്ലോസിംഗ് ഡേറ്റ് 22, അതിന് മുന്നേയുള്ള ഡേറ്റ് ആണ് ഈ സെപ്റ്റംബർ. അതിന് മുന്നേ നിങ്ങൾ എന്താണ്, ആ ഒരു കാറ്റഗറിയിലാണ്. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ വാലിഡിറ്റി ആണ്. അതുകൊണ്ട് ഈ ക്ലോസിംഗ് ഡേറ്റ്, അതായത് കഴിഞ്ഞ 2025 ജൂൺ തൊട്ട് 2026 ജൂൺ ഇതിനിടയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ okay, a person seeking a reservation to OBC must ensure that he does not fall in creamy layer on the crucial date. Non-creamy ആയിരിക്കണം, creamy layer ആയിരിക്കലും. ദാറ്റ് ഈസ് ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതാണ് അതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഡേറ്റിന് മുന്നേ നിങ്ങളത് ആ ഒരു നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ പെടണം. ദെൻ ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. And note ചെയ്യേണ്ട കാര്യം, the commission will not insist on candidate producing OBC certificate issued within crucial or cut-off date. The candidate OBC candidate will remain professional,
സബ്ജക്ട് ടു വെരിഫിക്കേഷൻ ഓഫ് ഹിസ് ഓർ ക്ലെയിം ബൈ അപ്പോയിന്റിംഗ് അതോറിറ്റി. അതായത് അവരെന്ത് ചെയ്യുന്നില്ല, നോട്ടിഫിക്കേഷൻ അയക്കുന്ന സമയത്ത് നമ്മളോട് അപ്ലോഡ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ വേണമെന്നും അവർ പറയുന്നില്ല. ബട്ട് അറ്റ് ദ ടൈം ഓഫ് വെരിഫിക്കേഷൻ നമ്മൾ അത് കൊടുക്കേണ്ടിയിരിക്കും. സോ റിസ്ക് എടുക്കണ്ട, നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ എടുത്തു വെച്ചേക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ സെൻട്രലിന്റെ തന്നെ വേണം, സ്റ്റേറ്റിന്റെ എടുക്കാൻ നിൽക്കരുത്. EWSകാർ ഫിനാൻഷ്യൽ ഇയറും നോക്കണം. ദെൻ ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നല്ലോ, ഫിനാൻഷ്യൽ ഇയറും നമ്മുടെ ഇൻകം, അത് രണ്ടും കൂടി നോക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റിലേറ്റ് ചെയ്ത് ഉള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക, പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.